ഹലോ, വെൽക്കം ടീച്ചേഴ്സ് ക്ലബ് പി സി. എല്ലാ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ടീച്ചേഴ്സ് ക്ലബ് പി സിയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പൊ നിങ്ങള് പലരും ടീച്ചിങ് വേക്കൻസീസ് അന്വേഷിക്കുന്നവര് ഇതിനെക്കുറിച്ച് അറിയാമായിരിക്കും, കേട്ടിട്ടുണ്ടായിരിക്കും. ഒന്ന് രണ്ടെണ്ണം ഉണ്ട്. ആദ്യം ഞാൻ ഇതിനെക്കുറിച്ച് പറയാം. ഓക്കെ, ടീച്ചർ ആവാൻ ആഗ്രഹിക്കുന്നവര്, ഓക്കെ, അധികം ക്വാളിഫിക്കേഷൻ ഉള്ള ബേസിക് ടീച്ചിങ് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എത്താൻ പറ്റുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ടീച്ച് ഫോർ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ, വെൽ നോൺ ഓർഗനൈസേഷൻ ആണ്. നമുക്ക് ടീച്ചിങ് മേഖലയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് അറിയാവുന്ന ഒരു ഓർഗനൈസേഷൻ കൂടിയാണ്. ഓക്കെ, വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ ആണ്. അപ്പൊ ഇവിടെ ടീച്ചിങ് ഫാക്കൽറ്റീസിനെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ അതെന്ത് വിളിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഫെലോഷിപ്പ് ആണ് കേട്ടോ. അത് ഇവിടെ ഉണ്ട്, ഫെലോഷിപ്പ് ആണ്. അപ്പൊ അതെന്താണെന്ന് നമുക്ക് നോക്കാം, അങ്ങോട്ടേക്ക് നോക്കാം. അതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരാം. അപ്പൊ തീർച്ചയായിട്ടും ഇത് കാണുന്നവര് നിങ്ങൾ തീർച്ചയായിട്ടും ഇത് മറ്റുള്ളവരിലേക്ക് കൂടെ ഷെയർ കൊടുക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഫസ്റ്റ് ടൈം ആയിട്ടാണ് നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊന്നും അറിഞ്ഞുകൂടെങ്കിൽ അവർക്ക് ദയവായിട്ട് ഒന്ന് ഷെയർ കൊടുക്കുക. ജോലിയില്ലാതെ നിൽക്കുന്നവർക്കൊക്കെ എത്രയും പെട്ടെന്ന് നല്ലൊരു ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഓക്കെ, എക്സാംസ് ഒന്നും വലിയ ഫീബിൾ ആയിട്ടുള്ള എക്സാംസ് ഒന്നും ഇല്ലാത്ത തരത്തിലുള്ള പെട്ടെന്ന് നല്ലൊരു ഏണിംഗ് നമുക്ക് ലഭിക്കുന്ന തരത്തിലുള്ള സംവിധാനങ്ങളാണ് ഇതൊക്കെ. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഷെയർ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്കോ ഹൈപ്പോ ചെയ്താൽ മതി. എൻഗേജ്മെന്റ് ആയിട്ട്, വീഡിയോ എൻഗേജ്ഡ് ആയിട്ട് കൂടുതൽ പേരിലേക്ക് എത്തുകയും ചെയ്യും. ഓക്കെ ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും അത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താല്പര്യം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക ദയവായിട്ട് കാണുന്നവര്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിലേക്ക് കടക്കുമ്പോഴത്തേക്ക് സോറി, ഇതിൽ കുറച്ച് FAQ ഉണ്ട്. നമുക്ക് ആ FAQ എന്താണെന്നുള്ളത് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടുവിടാം. അപ്പൊ നമുക്ക് ജസ്റ്റ് അതിന്റെ FAQ ഇടാൻ നോക്കാം. FAQ നോക്കിയിട്ട് നമുക്ക് അതിലേക്ക് വരാം. ഓക്കെ ഓക്കെ, FAQ നോക്കുമ്പോഴത്തേക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ദ ടീച്ച് ഫോർ ഇന്ത്യ ഫെലോഷിപ്പ്, വൈ ആൻഡ് ഹൗ എന്ന് പറഞ്ഞിട്ടുണ്ട്. വൈ ഷുഡ് ഐ ജോയിൻ ടെക് ഫോർ ഇന്ത്യ എന്നൊരു ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുമ്പോഴത്തേക്ക്, ടെക് ഫോർ ഇന്ത്യ ഓഫേഴ്സ് യുവർ എ ചാൻസ് ടു മേക്ക് എ റിയൽ ഡിഫറൻസ് ഇൻ ടാക്ലിംഗ് of India's most pressing challenges, educational inequity. By placing you in an understood classroom, the fellowship is an opportunity to impact the lives of entire classrooms of children. You develop your leadership skills, which are critical in today's dynamic global work environment. The fellowship programs allows you to become a part of the solution and to grow as a change agent in society. In short, the Tech for India Fellowship is an opportunity for you to find your purpose, become a leader, join a movement, drive a change. ഒരുപാട് കാര്യങ്ങൾ അവരിതിൽ പറയുന്നുണ്ട്. അടുത്തത്, വാട്ട് ഡസ് ടീച്ച് ഫോർ ടെക് ഫോർ ഇന്ത്യ ഫെലോഷിപ്പ് എൻറ്റൈൽ? ദ ഫെലോഷിപ്പ് ഈസ് എ 2-year ഫുൾ ടൈം പെയ്ഡ് കമ്മിറ്റ്മെന്റ് ആണ്. ഓക്കെ, പിന്നെ അടുത്തത് നിങ്ങൾക്ക് ഓരോന്നായിട്ട് എടുത്ത് വായിച്ചു നോക്കിയ ശേഷം അപ്ലൈ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. Over years, we have seen 4,500 individuals complete the fellowship. In the cohort, one will be experienced the following: professional diversity. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ അവരുടെ പറയുന്നുണ്ട്. ഏജ് ഡൈവേഴ്സിറ്റിയുടെ കാര്യങ്ങൾ, അതായത് നമുക്കിത് അവർ ഫോളോവേഴ്സ് റേഞ്ചസ് ഫ്രം ദ ഏജ് ഓഫ് 22 to 55, 22 വയസ്സ് മുതൽ 55 വയസ്സ് വരെ നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഈ ഫെലോഷിപ്പിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ അത്യാവശ്യം നിങ്ങൾ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് മാത്രം ഞാൻ പറയാനായിട്ട് ശ്രമിക്കുകയാണ്. നിങ്ങളെ പരീക്ഷ എവിടെയാണ്, സാലറി എന്താണെന്നൊക്കെയാണല്ലോ ആദ്യം ചോദിക്കുന്നത്. അപ്പൊ അത് നമുക്ക് എന്താണെന്നുള്ളത് ഇവിടെ നോക്കാം ആദ്യം. Where will be teaching? എവിടെയൊക്കെയാണ് ഇതിന്റെ ഓപ്പർച്യൂണിറ്റി? ആസ് എ ടെക് ഫോർ ഇന്ത്യ ഫെലോ, യു വിൽ ബി പ്ലേസ് ഇൻ എ സ്കൂൾ ഇൻ അണ്ടർസർവ്ഡ് കമ്മ്യൂണിറ്റീസ് ഇൻ അഹമ്മദാബാദ്, ബാംഗ്ലൂരു, ചെന്നൈ, ഡൽഹി, ഗോഗോൺ, ഹൈദരാബാദ്, കൊൽക്കത്ത, മുംബൈ ഓർ പൂനെ. അപ്പൊ നമുക്കിവിടെ അടുത്താണെങ്കിൽ ബാംഗ്ലൂരും ചെന്നൈയും ആണ് പ്രധാനമായിട്ടുള്ളത്. അപ്പൊ എവിടെയൊക്കെയാണ് നമ്മളെ പോസ്റ്റ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ളിടത്ത് പോസ്റ്റിംഗ് വായിക്കാനും പറ്റും. മീഡിയ ഓഫ് ഇൻസ്ട്രക്ഷൻ, ആസ് എ ടീച്ചർ ഫോർ ടെക് ഫോർ ഇന്ത്യ ഫെലോ, യു വിൽ ബി പ്ലേസ് ഇൻ എ ഗ്രേഡ് 1 to 10 ക്ലാസ് റൂംസ്. 1 മുതൽ 10 വരെയുള്ള ക്ലാസ് റൂമിലേക്കാണ്
where you will be tech in all major subjects including English, mathematics, social studies and science except for regional language. Okay, regional language ഒഴികെ ബാക്കി എല്ലാം ഉണ്ട്. എന്തൊക്കെയാണ്? ഇംഗ്ലീഷ്, മാത്തമെറ്റിക്സ്, സോഷ്യൽ സ്റ്റഡീസ് ആൻഡ് സയൻസ്. ഓക്കെ, although the mother tongue helps interact with our communities, it is not a necessary prerequisites as you will be teaching in English medium classrooms. Okay, അപ്പം ഇനി ആരും പേടിക്കേണ്ട കാര്യമില്ല. ഇതിൽ നിങ്ങൾ ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് അറിഞ്ഞിരുന്നാൽ മതി, ഹിന്ദിയോ ബാക്കി റീജിയണൽ ലാംഗ്വേജോ ഒന്നും വേണ്ട എന്നുള്ള കാര്യമാണ്. ഇനി അതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത്, ആസ് എ ടെക് ഫോർ ഇന്ത്യ ഫെലോ യു വിൽ ബി പെയ്ഡ് സ്റ്റൈപ്പൻഡ് ഓഫ് ഇന്ത്യൻ റുപ്പീസ് 25,344 രൂപ പെർ മന്ത്. ഫിക്സഡ് ആണ് കേട്ടോ. 25,344 റുപ്യ ഫിക്സഡ് സാലറിയും. If you are relocating from your home city, you will be receive city compensatory allowances, CCA. ഓക്കെ, അതായത് നമ്മൾ വീട്ടിൽ നിന്ന് പോയി വരികയാണെങ്കിൽ ഇത്രേ കിട്ടത്തുള്ളൂ. അല്ലാതെയുള്ള CCA ആണെങ്കിൽ റേഞ്ചിങ് ഫ്രം 6,000 to 12,600, 6,000 മുതൽ 12,600 വരെ, ഡിപ്പെൻഡിങ് ഓൺ യുവർ പ്ലേസ്മെന്റ് സിറ്റി ഡ്യൂറിങ് ദ ഫെലോഷിപ്പ്. ഓക്കെ, കോമ്പൻസേറ്ററി അലവൻസ് ഉണ്ട്. അപ്പം ഈ ഒരു 10,50,000 രൂപയോളം നിങ്ങൾക്ക് കിട്ടും മന്ത്ലി എന്നാണ് അതിന്റെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. ഓക്കെ, CCA ഉണ്ട്, 12,600 വരെ ഉണ്ട്. ഇനി വെൻ വിൽ ബി എലിജിബിൾ ഫോർ ദ സ്റ്റൈപ്പൻഡ് ഡ്യൂറിങ് ദ സമ്മർ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇനി അടുത്തത് വാട്ട് അഡീഷണൽ ബെനിഫിറ്റ്. സ്റ്റൈപ്പൻഡ് 25,344 പെർ മന്ത്. ഹൗസിംഗ് അലവൻസ് 6,000 to 12,600 വരെ കിട്ടും. പിന്നെ റീഇംബേഴ്സ്മെന്റ് ഓഫ് വർക്ക് റിലേറ്റഡ് എക്സ്പെൻസസ്, എക്സാമ്പിൾ സ്കൂൾ സപ്ലൈസ് ഓൺ എ പെർ ചൈൽഡ് കോസ്റ്റ് ബേസസ്, അത് കിട്ടും. പിന്നെ ഹെൽത്ത് ഇൻഷുറൻസ് 1 lakhന്റെ ഹെൽത്ത് ഇൻഷുറൻസ്, ഫ്രീ കൗൺസിലിംഗ്, കാഷ്വൽ ആൻഡ് സിക്ക് ലീവ്, നാഷണൽ, റീജിയണൽ ആൻഡ് സ്കൂൾ ഹോളിഡേയ്സ് ആൻഡ് സമ്മർ ബ്രേക്ക്, അസിസ്റ്റ് ടു അവർ കരിയർ ഫെയർ ആഫ്റ്റർ ദ ഫെലോഷിപ്പ്. ഓക്കെ, പോസ്റ്റ് ഫെലോഷിപ്പ്, ഇത് ഫെലോഷിപ്പ് കിട്ടിക്കഴിഞ്ഞാലുള്ള ഓപ്പർച്യൂണിറ്റീസ് പറയാണ്. അതിന്റെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അവര് മറ്റുള്ള സ്കൂളുകളിലേക്കൊക്കെ നിങ്ങളെ ജോയിൻ ചെയ്യിപ്പിക്കാനായിട്ട്, അതായത് ഇന്ത്യയല്ല ഔട്ട് ഓഫ് ഇന്ത്യയും നന്നായിട്ട് വായിച്ചു നോക്കും. ഒരുപാട് സ്ഥലങ്ങൾ സ്കൂൾ ചൂസ് ടു പർപ്പസ് ദിസ് ഗ്രാജുവേറ്റ്സ് ഓർ ഡോക്ടറൽ എഡ്യൂക്കേഷൻ അറ്റ് ടോപ്പ് യൂണിവേഴ്സിറ്റീസ് ഇൻ ഇന്ത്യ ആൻഡ് അബോർഡ് ഇൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ലൈക്ക് അസിം പ്രേംജി യൂണിവേഴ്സിറ്റി, ഞാൻ എപ്പോഴും പറയുന്നില്ല അസിം പ്രേംജി സ്കൂള്, ഇന്ത്യൻ സ്കൂൾ ഓഫ് ബിസിനസ്, IIM, ഹാർവാർഡ്, കൊളംബിയ ആൻഡ് ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ്. ദേ എൻ്റർ ദ കോർപ്പറേറ്റ് സെക്ടർ ടു വർക്ക് ദ കൺസൾട്ടിംഗ് ഫ്രം or an CSR team, for example BCG, Sateva, Thermax and LTTS. അപ്പം ഒരുപാട് ബൾക്ക് നമ്പർ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു സംവിധാനമാണത് കേട്ടോ. വെറുതെ പറ്റിപ്പും തട്ടിപ്പൊന്നും അല്ല. അപ്പൊ ഞാൻ എല്ലാ കാര്യങ്ങളും അത്യാവശ്യം ഉള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിന് FAQ എടുത്ത് 1 by 1 ആയിട്ട് വായിച്ചു നോക്കിയിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. ഓക്കെ, ഏകദേശം ഒരു 50,000 വരെ നിങ്ങൾക്ക് സാലറി കിട്ടും. സാലറി മീൻസ് ഫെലോഷിപ്പ് ആയിട്ട് ലഭിക്കുന്നതാണ് മന്ത്ലി. ഓക്കെ, ഇനി അപ്ലൈ ചെയ്യായിട്ടൊന്നുമില്ല. ഇവിടെ അപ്ലൈ നൗ എന്നും പറഞ്ഞുകൊണ്ട് അപ്ലൈ നൗ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പം അത്യാവശ്യമുള്ള ഈ ഫെലോഷിപ്പിനെ പറ്റിയുള്ള ടെക് ഫോർ ഇന്ത്യ എന്ന് പറയുന്ന ഈ ഫെലോഷിപ്പിനെ പറ്റിയുള്ള കാര്യങ്ങൾ പറഞ്ഞു നിങ്ങളൊന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയും ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങള് ഉണ്ട്. അപ്പൊ ഇതൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഓടി നടക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഞാൻ ജോയിൻ മൂവ്മെന്റ് അപ്ലൈ നൗ കൊടുത്തിട്ട് കുറച്ച് എനിക്കത് നെറ്റ് ഇഷ്യൂസ് ആണെന്ന് തോന്നുന്നു, ആ പേജ് ലോഡ് ആവുന്നില്ല. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ അത്യാവശ്യമുള്ള കാര്യങ്ങൾ അറിഞ്ഞല്ലോ. ഇതാണ് സംഭവം. ഇതിന്റെ കൂടെ ഒന്നും കൂടെ ഉണ്ട് ഞാൻ പറഞ്ഞു. പിന്നെ ഇതാ ഇവിടെ കിടപ്പുണ്ട് ഫെലോഷിപ്പിനെ കുറിച്ചുള്ള ലീഡർഷിപ്പിന് ട്രെയിനിങ്, ലൊക്കേഷൻ, പ്ലേസ്മെന്റ്, കോമ്പൻസേഷൻ ആൻഡ് ബെനിഫിറ്റ്സ്, പോസ്റ്റ് ഫെലോഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ്, ആപ്ലിക്കേഷൻ പ്രോസസ്, അതർ ക്വസ്റ്റ്യൻസ് എല്ലാം ഇവിടെ. പോസ്റ്റ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമുക്ക് ഫെലോഷിപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ അലുമിനി സ്റ്റഡി, അത് ഒന്ന് വായിച്ചു നോക്കിയാൽ കേട്ടോ. അലുമിനി സ്റ്റഡി ആൻഡ് വർക്ക് അക്രോസ് ഇന്ത്യ, അറൌണ്ട് ദ വേൾഡ്. ടെക് ഫോർ ഇന്ത്യ സപ്പോർട്ടേഴ്സ് ഇറ്റ്സ് ഫോളോവേഴ്സ് pursue their career interested by training and mentoring them and serving to build a relationship with NGOs. അതായത് നമുക്ക് തന്നെ ഈ ഫെലോഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അവരുടെ ഇടയിൽ തന്നെ കണ്ടെത്തരും. മീൻസ് ടീച്ചറായിട്ട് മറ്റു സ്ഥലങ്ങളിൽ, അത് ഇന്ത്യ ആൻഡ് ഔട്ട് ഓഫ് ഇന്ത്യ. ഒരു യൂണിവേഴ്സിറ്റി ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്ന, കൊളംബിയ യൂണിവേഴ്സിറ്റിയും ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സും ഹാർവാർഡും അങ്ങനെയൊക്കെയുള്ള. അപ്പൊ നമുക്ക് അവിടെയും പോയി അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിന്റെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ സാധാരണ ടീച്ചറിന് വേണ്ടിയുള്ള ക്വാളിഫിക്കേഷൻ മതി. കേറ്ററ്റും സെറ്റും അങ്ങനെയൊന്നും വേണ്ട. ജസ്റ്റ് PGയോ BEdോ ഒക്കെ മതി.
കേട്ടോ, ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഓക്കെ വന്നു, അപ്ലൈ ചെയ്യാനുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്ലൈ ടു ദ ഫെലോഷിപ്പ് യു വാണ്ട് ടു അസസ്മെന്റ് സെന്റർ. അപ്ലൈ കൊടുക്കുമ്പോഴത്തേക്ക് ഇവിടെ ലോഗിൻ ചെയ്യണം കേട്ടോ. ലോഗിൻ കൊടുക്കുമ്പോഴത്തേക്ക് കുറച്ച് സൈറ്റ് കുറച്ച് സ്ലോ ആണ് കേട്ടോ. സൈറ്റ് കുറച്ച് സ്ലോ ആണ്. അപ്പൊ നമ്മൾ ഒരു റഷ് കുറഞ്ഞ സമയത്ത് രാത്രിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, സ്ട്രക്കായി നിൽക്കുന്നുണ്ട്. ഓക്കെ, വന്നു. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ചോദിക്കുക, പറഞ്ഞു തരാം, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. ഓക്കെ, അപ്പം നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. താല്പര്യമുള്ളവര് എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. ഓക്കെ ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് ഇതിനെ കുറിച്ച് പറയാനുള്ളത്. മറ്റേ ഞാൻ ആപ്ലിക്കേഷൻ അയക്കുന്നത് എങ്ങനെയാന്ന് ജസ്റ്റ് പറഞ്ഞു തരാറുണ്ട്, പക്ഷെ സൈറ്റ് കുറച്ച് സ്ലോ ആയതുകൊണ്ട് വരുന്നുണ്ട്. ഓക്കെ, ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തതിന് ശേഷം ആണ് അപ്ലൈ ചെയ്യാനുള്ളത്. ഓക്കെ, ലോഗിൻ വരും, ലോഗിൻ ചെയ്തതിനു ശേഷം അപ്ലൈ ചെയ്യുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പം വീഡിയോ ഉണ്ട് എല്ലാവർക്കും താങ്ക് യു. വന്ദേ മാതരം, ജയ് ഹിന്ദ്.